ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിതാ വീണ്ടും നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വെജിറ്റബിൾസും ചിക്കനും വെച്ചിട്ടുള്ള ഒരു സ്റ്റിർ ഫ്രൈ സാലഡ് റെസിപ്പിയാണ്. ഇത് ഏകദേശം ഒരു ഷവർമ ടേസ്റ്റിലുള്ള ഒരു സാലഡ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നമുക്ക് ക്രേവിങ്സൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ യൂസ്ഫുള്ളാകുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ റെസിപ്പികൾ നമ്മൾ തയ്യാറാക്കി കഴിക്കുമ്പോൾ നമുക്ക് ജങ്ക് ഫുഡ്സിനോടുള്ള ക്രേവിങ്സ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മളെ ചാനലിൽ ഒരുപാട് ഹെൽത്തി വെയിറ്റ് ലോസ് റെസിപ്പീസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതും കൂടി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് കോളിഫ്ലവറും ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. കോളിഫ്ലവർ വെള്ളം തിളപ്പിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് കുറച്ച് നേരം അധികം നേരം സോക്ക് ചെയ്ത് വെച്ചിട്ട് ക്ലീൻ ആക്കിയിട്ടുള്ള കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലിട്ടൊരു മാരിനേഷൻ വേണം. അതിനായിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പിഞ്ച് ജീരകപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ട് വളരെ സ്വല്പം മുളക് പൊടി, ഒരുപാട് മസാല കുത്തുകളൊന്നും വേണ്ട. പിന്നെ നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നിങ്ങളെ കയ്യിൽ അറബിക് മസാല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഒരു നുള്ളു മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ബാക്കിയൊക്കെ സെയിം തന്നെ. അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒലിവ് ഓയിൽ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതില്ലാച്ചിട്ട് പേടിക്കുകയൊന്നും വേണ്ട. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്കൊരു പാന് വെച്ചിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സ്വല്പം വെളിച്ചെണ്ണ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടർ ആണെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഒലിവ് ഓയിൽ ആണെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏതാ നിങ്ങളുടെ ഓപ്ഷന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ പോലെ നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നുമില്ല. ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ മതി, എണ്ണ മതി, ഏതാണോ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളെ വിലയേറിയ കമൻറ്റ് നിങ്ങളെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എങ്ങനത്തെ റെസിപ്പീസാണ് വേണ്ടതെന്നൊക്കെ അറിയിക്കണം. പിന്നെ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ ചിക്കൻ ഇതേ മസാലക്കൂട്ടിൽ ഗ്രില്ല് ചെയ്തെടുത്തതാണ് കേട്ടോ. അതായത് എന്താ പറയുക, ഒരു ടീസ്പൂൺ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. എണ്ണയിൽ മുക്കി പൊരിച്ചിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ ആ ഒരു പീസ് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ലെഗ് പീസ് തന്നെ എടുക്കത്തോളണമെന്നില്ല. തൈ പീസോ ബ്രസ്റ്റ് പീസോ ഏത് പീസാണോ നിങ്ങൾക്കുള്ളത് ഒരു പീസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഈ വെജിറ്റബിൾസ് ജസ്റ്റ് ഒന്ന് ആ പച്ചച്ചോവൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അടച്ച് വെച്ച് വേവിക്കണ്ട, തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഡ്രസ്സിങ് തയ്യാറാക്കണം, അതൊരു ഡിപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. പുളിപ്പില്ലാത്ത കട്ട തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ കട്ട ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ അളവ് ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ചെറിയ 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 2 അല്ലി വേണമെങ്കിൽ അത്ര ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് നല്ല പേസ്റ്റ് പോലെ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ഈ കേടും ഇതും കൂടിയിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതുപോലെ നമ്മുടെ സാലഡിൽ ഡ്രസ്സിങ്ങിൽ ഓരോ ഫ്ലേവർ വരുത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരുപാട് പൊടിക്കൈകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു അറബിക് ഷവർമ രീതിയിൽ, അതായത് ആ ഒരു ടേസ്റ്റ് കിട്ടുന്ന രീതിയിലാണ് ഇന്നത്തെ സാലഡിൻ്റെ പ്രിപ്പറേഷൻ. അപ്പോൾ അതിനായിട്ട് ഞാൻ പകുതി നാരങ്ങ നീര് പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുരുമുളകിൻ്റെ പൊടി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒലിവ് ഓയിലും ചേർത്ത് കൊടുക്കാം. ഈ ഒലിവ് ഓയിൽ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം എന്നില്ല. ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ചേർത്ത് കൊടുക്കും, ഇല്ലെങ്കിൽ ഞാനത് സ്കിപ്പ് ചെയ്യും. അതിച്ചിട്ട് ഞാനത് മേടിക്കാനോ പിടിക്കാനോ അങ്ങനെ നിൽക്കില്ല, കയ്യിലുള്ള സമയത്ത് ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഡ്രസ്സിങ് തയ്യാറായിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുക്കുംബറാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ആ ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസ്
ഇതുണ്ട് കൂട്ടുണ്ടല്ലോ, അപ്പോൾ അത് മെല്ലെ ഇവിടെ വന്നിട്ട് കുക്കാവുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഡ്രസ്സിങ്ങൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. ഇനി നമ്മളിതാ ഈ ഒരു മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഡയറക്റ്റായിട്ട് തന്നെ നമ്മളുടെ ഈ ഒരു സാലഡ് ഡ്രസ്സിങ്ങിലിട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ഡിന്നറിന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ബെറ്റർ ഓപ്ഷനാണ്. ക്രേവിങ്സ് അടക്കാനും പറ്റും. നമുക്ക് ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ബെറ്റർ ഓപ്ഷനാണ് ഇത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചോറ് സ്കിപ്പ് ചെയ്യുന്നവരാണെങ്കിൽ ചോറ് സ്കിപ്പ് ചെയ്തിട്ട് ഉച്ചക്കത്തേക്ക് ഇതും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.